ബ്രോ നല്ല ഹോണാണല്ലോ. എവിടേക്ക് പോയാലും ജോർദാറാണ് വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ബ്രോ പണ്ടത്തെ കാലത്ത് പാൽക്കാരന്മാരൊക്കെ അടിക്കുന്ന ഹോൺ പോലെയല്ലേ ഇത് കേൾക്കാൻ? അതെ, ഇപ്പോഴൊക്കെ ആന്റിക് പീസ് ആണ് ഫാഷൻ ട്രെൻഡ്. അതെ, പിങ്കിയാണ് ഇത് ഗിഫ്റ്റ് ആയി തന്നത്. ജനറേഷൻസ് മാറുന്നു സുഹൃത്തുക്കളെ. ഇപ്പോഴൊക്കെ ചവറിനെ പോലെ മാറ്റിക്കെന്നാണ് പറയുന്നത്. പിങ്കിയുടെ ഗിഫ്റ്റിന് ചവറെന്ന് പറയുന്നു. നീ ഈ സ്കൂട്ടിൽ ഇനി ഇരിക്കണ്ട, പറന്നു വന്നാൽ മതി. ഞാൻ പറയുന്ന കേക്ക് ജോർദാർ. എവിടെയുള്ളത്? എവിടെയുണ്ട്? വരൂ വരൂ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കള്ളൻ എവിടെ പോയി? അവനായിരിക്കും എന്റെ വീട് അടിച്ചു മാറ്റിയത്. നീ ആ കള്ളൻ? നോ 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 നോ. സോപ്പിട്ട് കുളിച്ചാലും കാക്ക കിളിയാവത്തില്ല. ജിന്നിന്റെ ഡ്രസ് ഇട്ട് കഴിഞ്ഞ് നീ ജിന്നെന്നാണോ വിചാരം? ഞാൻ ശരിക്കും ജിന്നാണ്. ഇതാ കണ്ടു നോക്കൂ. സോറി സോറി സോറി, എന്നെ കൊണ്ട് നേരെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ പവേഴ്സ് റീചാർജ് ആവുന്നില്ല, കാരണം എന്റെ വീട് കാണാതെ പോയി. വീട് എങ്ങനെയാ മോഷ്ടിക്കാൻ പറ്റുന്നേ? അതായത് എന്റെ വിളക്ക് കാണാതെ പോയി. ശരിക്കും പറ, വീടാണോ കാണാതെ പോയത് അല്ല വിളക്കോ? എടാ മണ്ട, ജിന്നിന്റെ വീട് വിളക്ക് തന്നെയാ. ഇത്രയും വലിയ നാട്ടില് എവിടെ പോയി അന്വേഷിക്കാനാ? നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്റെ GPS സിസ്റ്റം വെച്ച് തന്നെ ആ കള്ളൻ എവിടെയാന്ന് ഞാൻ ട്രാക്ക് ചെയ്ത് തരാം. കം ഓൺ ടീം, എന്നെ ഫോളോ ചെയ്യ. വരൂ. എന്താ ഇത്? ഞങ്ങളെ കള്ളന്റെ അടുത്ത് കൂട്ടിപ്പോവാൻ മറന്നിട്ട് അവൻ അവിടെ പായ വിരിച്ചോണ്ടിരിക്കുന്നു. എടാ മണ്ട, അത് പറക്കുന്ന മന്ത്രപ്പായ. വാ, അത് കേറി ഇരിക്ക്. ട്രെയിനിനെക്കാളും മോശമായിട്ടാണ് ഈ പർവ്വതാനി കുലുങ്ങുന്നേ. അത് എന്റെ പവേഴ്സ് അത്ര ചാർജ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ഇത്രയ്ക്ക് പാടായിട്ടുള്ളത്. കുറച്ച് കൺട്രോൾ ചെയ്യും ബ്രോ. നിങ്ങളുടെ ഈ ഡ്രൈവിംഗില് ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പോകും. പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആകാൻ 3 മാസം ആകും. പിന്നെ ജനങ്ങളെ, സുഹൃത്തുക്കളെ, എന്റെ കൂടെ ഒന്ന് പതുക്കെ വരൂ. അവിടെ നോക്ക്, അവനായിരിക്കും ഹോൺ കട്ടത്. പിടിക്കേ. പിടിച്ചു കാണിക്ക്. എന്റെ സാൽസ കാണണോ നിങ്ങക്ക്? ഞാനാണ് പറക്കുന്ന മനുഷ്യൻ. മോട്ടിക്കുന്നത് എന്റെ ഹോബിയാ, പറക്കുന്നത് എന്റെ സ്പെഷ്യാലിറ്റിയാ. ഇവൻ കള്ളനാണോ അതല്ല വല്ല റബ്ബറോ? അതെ, നീ എലാസ്റ്റിക് ഒന്നും അല്ലല്ലോ, പ്ലാസ്റ്റിക്കും അല്ലല്ലോ, നാസ്റ്റിയും അല്ലല്ലോ. അതെ, ഇവനൊരു കള്ളനാണ്. എടാ, ഇവനൊരു ജിംനാസ്റ്റിക് എക്സ്പേർട്ടാ. ഇവനെ നമ്മുടെ വഴി വേണം പിടിക്കാൻ. നിക്കടാ അവിടെ. കല്ലു കബാഡി, പഴയ സാധനങ്ങൾ വാങ്ങുന്നവൻ. ഈ ഗണ്ണും അങ്ങനെ വാങ്ങിയതാ. വർക്കിംഗ് ആണ്. ഇവ മാത്രം എന്നെ വെടിവെച്ച് വീഴ്ത്തി കഴിഞ്ഞാ ജിന്നുകൾക്കെല്ലാം അപമാനവും. ബാക്കിയുള്ള ബാറ്ററി വെച്ച് എന്ത് ചെയ്യാൻ നോക്കട്ടെ. സോറി കബാഡി. കല്ലു കബാഡി, നിന്റെ മുടി മാത്രല്ല നിന്റെ മീശ പോലും ഞാൻ വിടില്ല. ഹോൺ എവിടെയാണെന്ന് പറ. എന്നെ അടിക്കല്ലേ, ഞാൻ ഹോൺ തിരിച്ചു തന്നേക്കാം. ഞാൻ തിരിച്ചു തരാം, എന്നെ അടിക്കല്ലേ.
നോക്കിയേ, വിളക്ക് ഇവിടെയുണ്ട്. ഇത് വ്യാജമാണ്. ഇതിൽ നിന്ന് ജിന്ന് പുറത്തു വരുന്നില്ല. എടാ കഴുത്, ആ? ജിന്ന് പുറത്തു വന്ന് നമ്മുടെ കൂടെയാണ് ഇരിക്കുന്നേ. ആ? നിങ്ങൾ എപ്പോഴാണ് പൂച്ച പിന്നെ കിളിയെ പോലെ ബിഹേവ് ചെയ്തത്? നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇപ്പോ? അതെ അതെ, അതിന്റെ ഒരു ആവശ്യമില്ല. ഉണ്ട്. ആലോചിക്കൂ, നമ്മൾ പൂച്ചയെ പോലെയും നായെ പോലെയും കിളിയെ പോലെയും ആയിരുന്നെങ്കിൽ കിറ്റി സ്വീറ്റി പിങ്കിക്ക് എത്ര നന്നായേനെ. സോർദാർ പറഞ്ഞാലും കാര്യമുണ്ട്. അതെ, വരുന്ന ആഴ്ച വരെ നമുക്ക് മൃഗങ്ങളെ പോലെ ബിഹേവ് ചെയ്യാം. പ്രോമിസ് ചെയ്യണം. അല്ല, ഒരാഴ്ചയല്ല, നീ നിർത്തുന്ന പറയുന്നത് വരെ ഞങ്ങളെല്ലാരും മൃഗങ്ങളെ പോലെ പെരുമാറിക്കോളാം. ഇപ്പൊ എന്റെ കൂടെ വരൂ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതെ, ചിലരൊക്കെ ഇങ്ങനെയാ. സമാധാനമുള്ള ജീവിതം അവർക്കൊന്നും ഇഷ്ടമേ അല്ല. ഇനി ഒരാഴ്ചക്ക് അവരുടെ ബാൻഡാണ് കളിക്കാൻ പോകുന്നത്, ഓർക്കസ്ട്ര അല്ല. എന്താ നോക്കി നിൽക്കുന്നത്? അതിന് പിടിക്കൂ. ബണി, നീ യഥാർത്ഥ പൂച്ചയാണെന്ന് തെളിയിക്കേ. അയ്യോ. അമ്മേ. അമ്മയല്ല, എലിയമ്മ. അതിനെ പിടിക്കൂ. പിടിക്കാനാ പറഞ്ഞേ. അയ്യോ, അതെന്നെ അടിക്കുന്നേ. പാല് ചൂടായിട്ടുണ്ടല്ലോ. ചിന്തു ആശാൻ, എന്റെ പാല് തന്നെ താഴേക്ക് തട്ടിയിടൂ. പൂച്ച ബോക്സിംഗ് ചെയ്യില്ല. കൂട്ടുകാരെ, സോർദാർ, അപ്പുറത്തെ കോളനിയിലെ ഡോഗീസ്. അതിന് ഇത് നിന്റെ ഏരിയ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ, അവരെയൊക്കെ പേടിപ്പിച്ച ഈ ഏരിയ പുറത്താക്കിയാ അപ്പൊ നീ ഒരു ഡോഗിയാണെന്ന് നിനക്ക് ശരിക്കും പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഡോഗി കമ്മ്യൂണിറ്റിയിൽ നിനക്ക് നല്ല മര്യാദയായിരിക്കും. ശരിയാണ്. ഇപ്പൊ കണ്ടോ ഞാൻ ഡോഗിയെ പോലെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നെന്ന്. ഇവിടെ എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നേ പാട്ടിക്കുട്ടിയെ? ഞാൻ കാല് തൊട്ട് ആശീർവാദം വാങ്ങായിരുന്നു. എന്നെ പോകാൻ അനുവദിക്കണം. ഇങ്ങോട്ട് വന്ന് അനുഗ്രഹം മേടിച്ചിട്ട് പോടാ പാട്ടിക്കുട്ടിയെ.
നിന്റെ തലയ്ക്ക് സുഖമില്ലേ? പൂച്ചകൾ ഡോഗ്സിനെ അറ്റാക്ക് ചെയ്യില്ല. ഒരാഴ്ചത്തേക്ക് ഞാനും ഹണിയും പൂച്ചകളാ. പപ്പാക്ക് എന്തെങ്കിലും പറയൂ. വിശക്കുന്നു, മുളക് തരൂ, മുളക് തരൂ, വിശക്കുന്നു, മുളക് തരൂ, മുളക് തരൂ, വിശക്കുന്നു. ഇങ്ങോട്ട് വാ. എന്റെ ഫ്രണ്ട് പുതിയൊരു ഡയഗ്നോസ്റ്റിക് മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ എന്ത് അസുഖമുണ്ട്, എന്ത് പ്രശ്നമുണ്ടെന്ന് തെളിച്ച് കാണിച്ചു തരും. മനസ്സിലായോ? എന്തെങ്കിലും ചെയ്യൂ മണി. ഡോക്ടർ ബാലു, നിങ്ങൾ ഡോക്ടറല്ല, കണ്ടക്ടറും അല്ല, നിങ്ങൾ ഒരു ഡോക്ടറേ അല്ല. അത് ശരി, ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഡിഗ്രിയെ അപമാനിച്ച് സംസാരിച്ചിട്ടിരിക്കുന്നു. നിന്റെ എല്ല് പൊട്ടിച്ച് ഇവിടെ കിടത്തി ഞാൻ തന്നെ ഡ്രസ്സിംഗ് ചെയ്തിരിക്കും. ഞാൻ ഡോക്ടർ അല്ലെന്നോ? അങ്ങനെയല്ല, നിങ്ങള് ഡോക്ടറിന്റെ ഡോക്ടറാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഫീസ് തരേണ്ടി വരുമോ? ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇതിന് നിങ്ങൾ കാശ് തരേണ്ട ആവശ്യമില്ല. ഞാൻ മെഷീൻ ഓൺ ചെയ്യാം. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ജോർദാർ, നിന്റെ കഴുത്തിന് എന്തെങ്കിലും വേദന തോന്നുന്നുണ്ടോ? അതെ, ചില സമയത്ത് വേദനിക്കും. നിന്റെ വാലിങ്ങനെ നീണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിന്റെ കഴുത്ത് വളഞ്ഞിരിക്കുന്നത്. അതാണ് നിനക്ക് വേദനിക്കുന്നത്. ആദ്യം ശരിയാക്കേണ്ടത് നിന്റെ വാലാണ്. പോപ്പട്ടിന് വയറ് വേദനിക്കുന്നുണ്ടത്രേ. ഇല്ല, എനിക്ക് ഒരു വേദനയില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. റിപ്പോർട്ടിൽ നന്നായി കാണുന്നുണ്ട്. വയറ്റില് ഗോവയുടെ കുരുവുണ്ട്. അതെടുക്കണം. അതുവരെ നോ ഗോവ. എന്താ? ഹനി, എപ്പോഴും കോൾഡ് ആയിരിക്കുന്നല്ലോ. നിന്റെ വായിലെ ഒരു എല്ല് കുറച്ച് വളഞ്ഞിരിക്കുകയാണ്. ആദ്യം അത് ശരിയാക്കണം. മണി, നിനക്ക് ഉറക്കത്തിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല. ആ? വല്ല ടയേർഡ് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഞാൻ പെടില്ല. തല കറങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പൊ റിപ്പോർട്ട് ശരിയാണ്. നിന്റെ തലയിലെ തലച്ചോറിൽ എന്തോ പ്രശ്നമുണ്ട്. നീ ബ്രെയിൻ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നിന്റെ കെമിക്കൽ എല്ലാം വീക്കായിരിക്കുന്നു. എന്റെ ഭർത്താവ് വലിയ ബോക്സറാ. ഇന്ന് ഞാൻ അവനെ അടിച്ച അടിയിൽ അവന്റെ വായിന്റെ ഷേപ്പ് മാറിപ്പോയി. അപ്പോ എന്റെ മുഖത്ത് 4 പഞ്ച് വാങ്ങിയ ഈ വളഞ്ഞിരിക്കുന്ന എന്റെ വായു നേരെയാവും. അപ്പൊ ഡോക്ടർ ബാലുവിന്റെ അടുത്ത് ഞാൻ ട്രീറ്റ്മെന്റിന് പോവേണ്ടി വരില്ല. ഹലോ സാർ, എന്റെ മുഖത്ത് 4 പഞ്ച് ചെയ്യ്. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ ഇടിച്ച് മുഖത്തിന്റെ ഷേപ്പ് മാറ്റിയില്ലേ? നിങ്ങൾ ഇടിച്ച വളഞ്ഞിരിക്കുന്ന എന്റെ ഈ മുഖവും നേരെയാവും. ആവാലോ, തീർച്ചയായും ചെയ്യാം. എന്റെ ഭർത്താവ് വലിയ ബോക്സറാ. ഡിഷ് ഡിഷ് ഡിഷ്. പറ്റില്ല പറ്റില്ല, ഹണി എന്റെ ഫ്രണ്ടാ. കൂട്ടുകാരനൊരു സഹായം വന്നാ നീ സഹായിക്കില്ലേ? ഇല്ലെങ്കിൽ ഡോക്ടർ ബാലു എന്നെ ഇഞ്ചക്ഷൻ വെക്കും. ഓക്കേ. താങ്ക് യു. ദൈവമേ, ഹണി, എന്റെ വായിക്ക് എന്ത് പറ്റി? അത് ഇത് ആദ്യം കോടിയായിരുന്നു ഉള്ളത്. ഞാനിപ്പോ ഇത് നേരെ ആക്കിയിട്ട് വരുന്ന വഴിയാ. ഇല്ല, ഇപ്പോഴും കോടി തന്നെയാ ഇരിക്കുന്നത്. ഞാനിത് എവിടെ പോയാണോ ഇങ്ങനെ ആക്കിയത്? അവിടെ പോയാൽ തന്നെയാണ് എനിക്ക് പഴയതുപോലെ ആകാൻ പറ്റുമെന്ന് തോന്നുന്നു. ആരാണ് അടിച്ചത്? ഈ പൈപ്പ് എന്റെ വാലിൽ കുടുങ്ങി. ആരാ ഇങ്ങനെ ചെയ്തത്? ആരാ അത്? ഞാനാണ്. പൈപ്പ് കൊണ്ട് നിന്റെ വാല് ശരിയാക്കിയാ നിന്റെ കഴുത്ത് വേദനയും മാറുമല്ലോ അല്ലേ? നിനക്കെന്താ പ്രാന്താണോ പ്രാന്ത്? ദേഷ്യപ്പെടരുത്. ശ്വാസം മെല്ലെ വലിച്ച് മെല്ലെ വിടണം. മനസ്സിലായോ? അടിപൊളി അടിപൊളി അടിപൊളി. പ്രാണായം ചെയ്യൂ ബന്നി, മനസ്സിനൊരു ശാന്തത കിട്ടും. എനിക്ക് വന്നത്
അയ്യോ ആരെങ്കിലും രക്ഷിക്ക. ആ വൈദ്യരാണ് തുമ്മല് വരുന്ന പൗഡർ എനിക്ക് തന്നത്. ഇവൻ ബുദ്ധി ഒരുപാട് ഉപയോഗിക്കുന്നതല്ലേ. തുമ്മല് വന്നാ അവന്റെ തലയൊന്ന് ഫ്രീ ആവും. അയ്യോ എന്താ ഇത്? അയ്യോ എന്താ ഇത്? കരടി വൈദ്യൻ നിന്റെ വയറ്റിലുള്ള മുളകിന്റെ വിത്തെടുക്കാൻ വേണ്ടി പച്ചമുളക്, കുരുമുളക്, ചുവന്ന മുളക്, കാശ്മീർ മുളക്, ബാംനഗർ മുളക് ഇങ്ങനെ ഒരുപാട് മുളകുകൾ ഇട്ടുകൊണ്ട് ഈ പൊടി ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഇത് കഴിച്ചാൽ നിന്റെ വയറ് ശുദ്ധമാവും. എനിക്കെന്ത് പറ്റാനാ? ഞാനിപ്പോ ഫയർ ഷർട്ട് തരുന്നതായിരിക്കും. അതിനും ഒരു പ്രതിവിധിയുണ്ട്. വരൂ ചേട്ടാ. എന്റെ വേദനയുടെ തീയിൽ നീ ചോളം വേദിക്കാണോ? ഈ ദിവസം മുഴുവനും ഫയർ ഷോട്ട് കൊടുക്കുമല്ലോ അല്ലേ? പാവം അത് ഇങ്ങേർക്ക് ഒരു സഹായം ആയിക്കോട്ടെ. അയ്യോ ഞാൻ വാഷ്റൂമിലേക്ക് പോവാണ്. അപ്പൊ ചെക്ക് ചെയ് ആ വിത്ത് പുറത്തു വന്നോ ഇല്ലയോ എന്ന്. വൈദ്യർക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ളതാ. എല്ലാരും അവരവരുടെ ക്യാബിനറ്റിലേക്ക് പോകൂ. ക്രൂസിലേക്ക് പൈററ്റ്സ് വരുന്നുണ്ട്. എല്ലാരും അവരവരുടെ ക്യാബിനറ്റിലേക്ക് പോകൂ. ക്രൂസിലേക്ക് പൈററ്റ്സ് വരുന്നുണ്ട്. എല്ലാരും അവരവരുടെ ക്യാബിനറ്റിലേക്ക് പോകൂ. ക്രൂസിലേക്ക് പൈററ്റ്സ് വരുന്നുണ്ട്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ തത്തകളെ പേടിക്കുന്നത്? കടൽ കൊള്ളുക. അല്ല പിന്നെ ഈ സണ്ണിയുടെ ബലം എന്താണെന്ന് ഇന്നവരറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ സണ്ണിയുടെ ബലം ഒരിക്കലും സോങ് പാടില്ല. എടാ മണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആക്രമിക്കുന്നത് നിർത്ത്. നന്നായിട്ട് കാറി വിളിക്കണോ, അല്ലെങ്കിൽ ക്രൂസ് വെള്ളത്തിനകത്ത് പോവും. സൂര്യൻ കടലിനകത്ത് പോയാ അടുത്ത ദിവസം വരും. ക്രൂസ് വെള്ളത്തിനകത്ത് പോയാ ഒരിക്കലും വെളിയിൽ വരത്തില്ല. Any doubt? എടാ, നിർത്തടാ, നിർത്ത്. ഞാൻ നിർത്താൻ പോണില്ല. അവനവന്റെ പേഴ്സണൽ കഴുതെടുത്താ പറഞ്ഞോണ്ടിരിക്കുന്നത്. അയ്യോ ചേട്ടാ, നിങ്ങൾ പറയുന്നവന് മനസ്സിലാവില്ല. അവനൊരു പൊട്ടനാ. ഓങ് ഒരിക്കലും സോങ് പാടില്ല. ഇനി വിചാരിച്ചാലും പറ്റില്ല. നിന്റെ ക്രൂസിനൊപ്പം നമ്മൾ മുങ്ങാൻ പോവാ. അയ്യോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കണേ. കിറ്റിപ്പോ താഴെ വീഴും. ഞാൻ രക്ഷിക്കാം. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. നീ വെയിറ്റ് ചെയ്യ്. ആദ്യം നമ്മള് കിറ്റിയെ രക്ഷിക്കണം. കിറ്റി നീ ജമ്പ് ചെയ്യ്. ഇല്ല, ഇത് വളരെ ഉയരത്തില്ല. വരുന്നു ബണ്ണി ക്യാച്ച്. നമ്മുടെ ജീവൻ രക്ഷിക്കുന്നവർക്ക് ഒരു നന്ദിയൊക്കെ പറയുന്നത് നല്ലതാ. അയ്യോ അയ്യോ. ബണ്ണി, നമ്മളിതാ മുങ്ങിച്ചാവാൻ പോവാ. നിന്റെ ബുദ്ധി യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു ഐഡിയ പറ. കടൽ കിടക്കാൻ ഐഡിയ ഉണ്ടാക്കണമെന്നോ? എല്ലായിടത്തും ഐഡിയ മാത്രം നടക്കത്തില്ല. ഇതിനെ ശരീരത്തിന്റെ ബലവും ആവശ്യമാണ്. നിങ്ങൾ ഇതിനകത്ത് വന്ന് കേറിയിരിക്കും. ഞാൻ നിങ്ങളെ കടലിന്റെ അക്കരെ എത്തിക്കാം. താങ്ക് യു സണ്ണി, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഇനി സണ്ണിയുടെ ബലമാ നിങ്ങൾക്ക് ഉപകാരമായത്. എത്രത്തോളം മൃഗങ്ങളെ പിടിക്കാൻ പറ്റുമോ അതെങ്കിലും എല്ലാം പിടിച്ചോണ്ട് പോ. ഇവർ പാവം മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അവരെ രക്ഷിക്കേ. ഈ നവന്മാരും തന്നെ നമുക്ക് വേട്ടയാടാം. Any doubt? ആരും വെറുതെ വിടരുത്.
ഇവര് ശരിയല്ല. വരൂ, നമുക്ക് ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് പോകാം. നിങ്ങൾ എന്റെ ബലം കണ്ടല്ലോ. നിന്റെ ശക്തി ഒന്ന് കൺട്രോൾ ചെയ്യോ. ഒരുത്തരെങ്കിലും ബാക്കി വെക്കേ, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്നെ കൊല്ലരുത്, എന്നെ ഒന്നും ചെയ്യരുത്. ഓക്കെ, ഇവരൊക്കെ കണ്ടിട്ട് ഹെലികോപ്റ്ററിൽ കയറ്റ്. പിന്നെ ഹെലികോപ്റ്റർ പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ.